ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു അഡ്വാൻസ് സ്ട്രക്ചറാണ്. ദ വേ ന്യൂസ് പേപ്പറിലും മാഗസീനിലും നോവലിലും അതുപോലെ അഡ്വാൻസ്ഡ് ലെവലിലുള്ള കോൺവെർസേഷനിലും ഒക്കെ കാണുന്ന സ്ട്രക്ചറാണ് ദ വേ. ഉപയോഗിക്കാൻ വളരെ വളരെ ഈസിയാണ്. ദ വേ എന്നാൽ രീതി. ഫോർ എക്സാമ്പിൾ, ദ വേ യു ടോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുന്ന രീതി. ദ വേ യു സ്മൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുഞ്ചിരിക്കുന്ന രീതി. ദ വേ യു ബിഹേവ് നിങ്ങൾ പെരുമാറുന്ന രീതി. ഇനി നമുക്ക് സെൻറ്റൻസസ് നോക്കാം. ദ വേ യു വാക്ക് ഈസ് വെരി അട്രാക്റ്റീവ്. നിങ്ങൾ നടക്കുന്ന രീതി വളരെ അട്രാക്റ്റീവ് ആണ്. അട്രാക്റ്റീവ് എന്നാൽ ആകർഷകമായത്. നിങ്ങൾ നടക്കുന്ന രീതി വളരെ ആകർഷകമാണ്. ദ വേ ഷീ വാക്സ് ഈസ് അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവൾ നടക്കുന്ന രീതി ആകർഷകമാണ്. ഏത് ടെൻസിലുള്ള സെൻറ്റൻസസ് വേണമെങ്കിലും നമുക്കുണ്ടാക്കാം. ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ദ വേ ഹീസ് ടീച്ചിങ് മാത്സ് ഈസ് യുണീക്ക്. യുണീക്ക് എന്നാൽ സമാനതകളില്ലാത്തത്. അദ്ദേഹം മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതി സമാനതകളില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ അതുല്യമായതാണ്. അത്തരത്തിൽ മറ്റുള്ളവരാരും പഠിപ്പിക്കുന്നില്ല എന്നർത്ഥം. ഇവിടെ നോക്കൂ, ഹീസ് ടീച്ചിങ് എന്നാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നായി. ഇനി ദ വേ ഹി ടീച്ചേഴ്സ് മാത്സ് ഈസ് യുണീക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാത്സ് പഠിപ്പിക്കുന്ന രീതി യുണീക്ക് ആണ് എന്നർത്ഥം. ദ വേ യു വർ ടോക്കിംഗ് വാസ് അഡ്മിറബിൾ. നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന രീതി വളരെ അഡ്മിറബിളാണ്. അഡ്മിറബിൾ എന്നാൽ പ്രശംസനീയമാണ്. യു വേർ ടോക്കിംഗ് എന്നാണ് ഉപയോഗിച്ചത്. അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നായി. അവിടെയും നമുക്ക് ദ വേ ഉപയോഗിക്കാം. അപ്പോൾ ഏത് തരത്തിലുള്ള ടെൻസ് വേണമെങ്കിലും ഉപയോഗിക്കാം എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസസ് ഉണ്ടാക്കുക, അത് ഉപയോഗിക്കുകയും ചെയ്യുക.